ഹലോ വെൽക്കം ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് അൽനോയം കശ്മീരി മസ്ക് എന്ന പെർഫ്യൂം ഓയിലാണ്. ഈ കശ്മീരി മസ്ക് കുറച്ച് നാളായിട്ട് എൻ്റെ കയ്യിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. സോ അൽനോയമെ ഈ അടുത്ത കാലത്തായിട്ട് ഒരു 1 ഇയറിന്റെ ഉള്ളിലായിട്ട് ഒരുപാട് കുറെ പെർഫ്യൂം ഓയിൽസ് പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു. സോ ആ കൂട്ടത്തിൽ വന്ന ഒരെണ്ണം തന്നെയാണ് ഈ കശ്മീരി മസ്ക്. സോ മുമ്പ് ഒരു കശ്മീരി ഊത് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് വാങ്ങിക്കുന്ന ഒരു ഐറ്റാണ് കശ്മീരി ഊത്. സോ ഇത് കശ്മീരി മസ്ക് ആണ്. 6 ml ആണ്. 6 ml ചില അൽനോയമ ഇത്രയും വലിയ ബോക്സ് കാണാറില്ല. ഞാൻ ആദ്യം ഇത് 9 അല്ലെങ്കിൽ 10 ഉണ്ടെന്നൊക്കെ കരുതിയിരുന്നത്. പക്ഷെ ഇവിടെ നോക്കിയപ്പോഴാണ് 6 എന്ന് മനസ്സിലായത്. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ ബോക്സ് വരുന്നത്. ഒരു ലൈറ്റ് ബ്ലൂ കളർ, അതിന്റെ ഷർട്ടിന്റെ കളർ തന്നെ. ഓക്കെ, അപ്പൊ ഇത് ഓപ്പൺ ചെയ്താല് അൽനോയമിന്റെ ഏതൊരു പെർഫ്യൂം ഓയിലിന്റെ വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ പറയാറുണ്ട്, ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പഴയ പോലെയല്ല, റോളർ അവർ ഒന്നെങ്കിൽ ഇവിടെ സൈഡിൽ വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ പെർഫ്യൂമിന്റെ താഴെ ആയിരിക്കും. ഇതിലിപ്പോ സൈഡിലാണുള്ളത്. അപ്പൊ ഞാനത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് എടുത്തിട്ട് അവിടെ വെച്ച് കാണിച്ചതാണ്. ഇങ്ങനെയാണ് വരിക. അപ്പൊ ഇത് നോക്കാണ്ട് അത് എടുത്ത് എറിയരുത്. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ദാ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ബോട്ടിൽ വരുന്നത്. സോ ഈ ബോട്ടില് ആദിൽ ഖാദിരി ഷനായ പെർഫ്യൂമിൽ പലർക്കും പരിചയം ഉണ്ടാവും. അല്ലാത്തതിന് ഇത് നമുക്ക് ജനറിക് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന 6 ml ഒരു ബോട്ടിൽ തന്നെയാണിത്. അത്ര ഷോപ്പുകളിൽ നിന്നൊക്കെ കിട്ടുന്നത്. സോ ഇതിങ്ങനെയാണ് ഉണ്ടാവുക. അപ്പൊ ഇതൊരു ടോപ്പാണ്. ജസ്റ്റ് ത്രെഡ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ആ റോളർ ഇവിടെ വെച്ചിട്ട് അമർത്തി കൊടുക്കുക. അത്രേ ഉള്ളൂ. അപ്പൊ ഞാനത് ഓൾറെഡി യൂസ് ചെയ്ത ഒരു സാധനമാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചതാണ്. ഇങ്ങനെ അത് പലർക്കും അറിയൂല അതെന്താണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫ്രാഗ്രൻസ്, ഇതിപ്പോ ഓൾറെഡി യൂസ് ചെയ്യുന്ന സാധനമാണ്. കയ്യിന്റെ ഇവിടെ ഒക്കെ തേച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ഫ്രാഗ്രൻസ് എന്താ വെച്ചാല്, നിങ്ങളൊരു മസ്കിന്റെ ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ, മസ്ക് എന്ന് പറയുമ്പോൾ നാച്ചുറൽ മസ്ക് അല്ല, സിന്തറ്റിക് മസ്ക്. എല്ലാ പെർഫ്യൂം ഓയിൽസും സിന്തറ്റിക് തന്നെയാണ്. നാച്ചുറൽ വളരെ റെയർ ആയിട്ട് നമ്മൾ കാണാറുള്ളൂ. അപ്പോ മസ്കിന്റെ ഫ്രാഗ്രൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു പൗഡറി, പിന്നെ ഒരു ചെറിയ ഒരു സ്മോക്കി ആംബർ പോലത്തെ ഒരു ടച്ചും ഒക്കെ ആയിട്ട് വന്നിരുന്ന ഒരു സംഭവമാണ്. ഒരു ചെറിയൊരു വൈറ്റ് ഫ്ലോറൽ ഹിന്റ് പോലെയൊക്കെ തോന്നും. അങ്ങനെയാണ് പൊതുവെ മസ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു സംഭവങ്ങളായിട്ടില്ല, ചെറിയൊരു സ്വീറ്റ് ടച്ച് ഇങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോ ഇതിന്റെ ഫ്രാഗ്രൻസ് എങ്ങനെയാ വെച്ചാൽ, ഇതിന്റെ ഓപ്പണിങ്ങിൽ ചെറിയൊരു ഫ്രഷ്നെസ് ഉണ്ട്, ചെറിയ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്രഷ്നെസ്. അതിന്റെ കൂടെ തന്നെ സ്റ്റാർട്ടിങ് മുതലേ ആ ഒരു എന്താ പറയുക, ഒരു മസ്കിന്റെ ഒരു ഫീല് ഇതിനുള്ളിൽ വരുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു ഇത്തിരി ഡ്രൈ ഡോൺക്ക് പോകുമ്പോൾ യെല്ലോ ഫ്ലോറൽ നോട്ട്സ്, ഒരു ലാങ്കി ഒക്കെ പോലത്തെ ഒരു യെല്ലോ ഫ്ലോറൽ ഒരു ഹിന്റ് അതും വരുന്നുണ്ട്. യെല്ലോ ഫ്ലോറൽ ഡ്രൈ ഡോണിൽ കുറച്ചധികം വരുന്നുണ്ട്. പിന്നെ വൈറ്റ് ഫ്ലോറൽ, ജാസ്മിൻ ഒക്കെ പോലത്തെ ഒരു വൈറ്റ് ഫ്ലോറൽ ഫ്രാഗ്രൻസ് വരുന്നുണ്ട്. പിന്നെ അത് ലാസ്റ്റ് ഡ്രൈ ഡോൺക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞ തുടക്കത്തിലുള്ള ആ ഒരു മസ്ക് മിഡിൽ നോട്ട്സിലും നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നീട് ലാസ്റ്റിലേക്ക് പോകുമ്പോൾ ഒരു ചെറുതായിട്ടൊരു ആംബർ മസ്കി, ചെറുതായിട്ടൊരു വുഡി, ഒരു സാൻഡൽവുഡ് പോലത്തെ എന്തൊക്കെയോ ഒരു വുഡി, ഒരു മസ്കി ആംബർ, അങ്ങനത്തെ ഒക്കെ ഒരു വൈബിലേക്കാണ് ഈ ഒരു സാധനം പോകുന്നത്. ഒരു ടിപ്പിക്കൽ ഒരു മസ്കിന്റെ ഫ്രാഗ്രൻസ് അല്ല, ചെറിയൊരു സ്വീറ്റ്നെസ്സും ഇടയിൽ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു ടിപ്പിക്കൽ മസ്ക് അല്ല, ചെറുതായിട്ട് എവിടേക്കോ നമുക്ക് ഈ വൈറ്റ് ഊത് പെർഫ്യൂം എന്നൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു ഹിന്റ്, സംതിങ് ഇതിനുള്ളിൽ വരുന്നുണ്ട്. ഈ കശ്മീരി മസ്കിൽ മേ ബി അതായിരിക്കാം അവർ ഉദ്ദേശിക്കുന്നത്. കശ്മീരി മസ്ക് എന്തുകൊണ്ടാണ് പേര് കൊടുത്തത് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ എന്തായാലും അതാണ് ഇതിന്റെ ഫ്രാഗ്രൻസ് വരുന്നത്. ഭയങ്കര ലൈറ്റ് ഫ്രാഗ്രൻസ് ഒന്നുമല്ല. മസ്കിന്റെ ഫ്രാഗ്രൻസ് നമ്മൾ ഈ വൈറ്റ് മസ്ക് ഒക്കെ ഭയങ്കര ലൈറ്റ് ആണ്. പിന്നെ ഈ അഫ്നാന്റെ ഒക്കെ മസ്ക് വരുന്നുണ്ടല്ലോ, അതുപോലത്തെ ഒരു സെന്റേ അല്ലത്. ഇത്തിരി കൂടി സ്ട്രോങ്ങർ ആയിട്ട് നിൽക്കുന്നതാണ്. സ്ട്രോങ്ങർ ഇൻ ദ സെൻസ് ഒരു ഓൾ ഒക്കേഷൻസിലേക്ക് പറ്റിയ ഒരു പെർഫ്യൂം ഓയിൽ, യൂണിസെക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. നിങ്ങൾക്ക് മസ്ക് അതല്ലെങ്കിൽ പിന്നെ വൈറ്റ് ഊത് ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയതാണ്. പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഇതൊരു 2+ hours ഇതിന്റെ പ്രൊജക്ഷൻ ഉണ്ട്. അവിടെ നമ്മുടെ ഡ്രസ്സിൽ ഇതൊരു 10+ hours നിൽക്കുന്നുണ്ട്. ഓൾ ഒക്കേഷൻസിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് പുറത്തു പോകണമെങ്കിൽ അത്രയും നിൽക്കില്ല. അല്ലെങ്കിൽ ഇതുപോലത്തെ കോട്ടൺ ഷർട്ടുകളൊക്കെ ആണെങ്കിൽ ഒരു 10+ hours ഇതിന്റെ ഫ്രാഗ്രൻസ് നിൽക്കുന്നുണ്ട്. അതെന്തായാലും എനിക്കത് നല്ലതായിട്ടാണ് തോന്നിയത്. സോ ട്രൈ ചെയ്ത് നോക്കുക. ചെറിയ പ്രൈസിന് ഇതൊരു 300ന്റെ ഉള്ളിൽ കിട്ടുന്ന ഒരു സാധനമാണ്. ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കുമ്പോൾ 270, 280 അങ്ങനെയൊക്കെ പ്രൈസ് കാണുന്നുണ്ട്. സോ ഇവരുടെ സൈറ്റിൽ 320 അങ്ങനത്തെ ഒരു പ്രൈസാണ്. എന്തായാലും 300ന്റെ ഉള്ളിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു തിരക്കടില്ലാത്ത ഒരു പ്രൊഡക്റ്റ് ആണ്. അത്യാവശ്യം തിരക്കടില്ലാത്ത ഒരു ലോഞ്ചിവിറ്റി കിട്ടുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഫ്രാഗ്രൻസ് ഒരുവിധം ആളുകൾക്കൊക്കെ ഇഷ്ടാവുന്ന ഒരു കൈൻഡ് ഓഫ് ഫ്രാഗ്രൻസും ആണ്. സോ ട്രൈ ചെയ്ത് നോക്കുക. ചെറിയ പ്രൈസിനൊക്കെ തിരക്കടില്ലാത്ത ഒരു
എന്താ പറയുക ഒരു ലോഞ്ചിവിറ്റി ഒക്കെ ഉള്ള ഒരു പെർഫ്യൂം ഓയിൽ. അതാണ് കശ്മീരി മസ്ക്. So anyways, that's all for this video. Thanks for watching.